വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഒരു ഡിന്നർ റെസിപ്പിയാണ് ഞങ്ങൾ കാണിക്കുന്നത്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാം. അപ്പം ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് നമ്മൾ ഫിഷ് യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനും. അപ്പോൾ കണ്ടു നോക്കാം. ഞാൻ ഇവിടെ ഇതാ ഒരു 6 മീഡിയം സൈസ് അയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് മാരിനേറ്റ് ചെയ്യാനായി എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂണ്, 1.5 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഏത് മീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു മീഡിയം സൈസിൽ ഏത് മീൻ യൂസ് ചെയ്യാം. അതുകൂടാതെ നമ്മളിവിടെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങ സൈസ് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് മസാലയ്ക്ക് വേണ്ട സാധനങ്ങളാണിത്. ഒരു മീഡിയം സൈസ് തക്കാളി, 2 മീഡിയം സൈസ് സവോള, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സൈസ് ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ ഇതാ ഫിഷ് ഫ്രൈ ചെയ്തത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഒരു അയൺ കടായി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഓയിൽ ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സവോള ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് നല്ലപോലെ ഈ ഓയിലൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് ചതച്ച് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം നമ്മളിതാ തുറന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അതും ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് നല്ലപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. തക്കാളി നല്ലപോലെ ഒന്ന് ഇതിൽ അലിഞ്ഞ് ചേരട്ടെ. അതിനുവേണ്ടി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ കാമ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുള്ളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഫ്ലഷ് മാത്രമാണിത്. ഇത് നമുക്ക് മസാലയിലേക്ക് യൂസ് ചെയ്യണം. അപ്പം മുള്ള് കംപ്ലീറ്റ് എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണിത്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി നമ്മുടെ മസാല ഒന്ന് പോയി നോക്കാം. അപ്പോൾ തക്കാളി എല്ലാം കുറേശ്ശെ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം മൊത്തത്തിൽ ആഡ് ചെയ്യാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നല്ലപോലെ യോജിപ്പിച്ച് നമുക്കൊരു പേസ്റ്റ് പരുവാക്കി എടുക്കണം. നല്ല മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഉടച്ചുടച്ച് നല്ലപോലെ ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമായിട്ട് ഒഴിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതൊരു 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ. ഇനി ഈ വെള്ളത്തിൽ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇലകൾ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫിഷിൻ്റെ കാമ്പ് ചെറുതായി ഒന്നുകൂടി കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ട് മുള്ളുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ മുള്ള് കാണുകയാണെങ്കിൽ അത് എടുത്ത് കളയാം. മുള്ളില്ലാത്ത മീനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, നമുക്ക് കുറച്ച് പണി കുറവായിരിക്കും. അത് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ മസാലയിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ മീനിലും ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കും, അപ്പോൾ കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഇലകൾ കൂടി നമ്മളിതിൽ അരിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം, അതല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഗ്രേവി ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സാൻഡ്വിച്ച് ആക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം. ചോറിൻ്റെ കൂടെയും സൈഡാക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു എളുപ്പമുള്ള റെസിപ്പിയാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വന്നിട്ടുള്ള ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.